സങ്കടകരമായ വാർത്ത പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹലോ മലയാളത്തിന്റെ ഈ മണിക്കൂർ തുടങ്ങുന്നത്. ഒരു വിമാന അപകട വാർത്തയിലേക്ക് പോകുന്നു. കെനിയയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർക്ക് ദാരുണാന്ത്യം. ഇക്വഡോർ ഇന്റലിജൻസ് മേധാവിയും ഭാര്യയും അപകടത്തിൽ മരിച്ചു. മരണപ്പെട്ടവരിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള 5 പ്രതിനിധികളുമുണ്ട്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് വന്യജീവി സംരക്ഷണ പ്രദേശം സന്ദർശിക്കാനെത്തിയ സംഘമെന്നറിയുന്നു. ഗൗതം അമരകുഞ്ചമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഗൗതം, രാവിലെ തന്നെ വളരെ ദാരുണമായ ഒരു വാർത്ത വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? സേതു, പ്രാദേശിക സമയം പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഇത് കെനിയയിൽ ലംബോസിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഈ ലംബോസിയയിൽ നിന്നും അവിടുത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള പ്രദേശം സഞ്ചരിക്കാൻ പുറപ്പെട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഹെലികോപ്റ്റർ എഞ്ചിൻ തകരാറിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്വഡോറിൻ്റെ ഇൻ്റലിജൻസ് മേധാവിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പങ്കാളിയും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള 5 പ്രതിനിധികൾ അവർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്താൻ വേണ്ടി എത്തിയതാണ്. കെനിയയിൽ സന്ദർശനം നടത്തുകയും മറ്റ് ചില നയതന്ത്രപരമായ കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സംഘമാണ്. ആ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശം സന്ദർശിക്കാൻ അവർ തീരുമാനിച്ചത്. അതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കവെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. മൗണ്ട് ഒലീക്കയുടെ സമീപം അപകടം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും പുക ഉയരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് അപകടം നടന്ന് അധിക സമയമായിട്ടില്ല എന്നാണ് ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേരുക കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നാട്ടുകാരായിട്ടുള്ള ആളുകൾ, അതായത് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തോട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്തുള്ള നാട്ടുകാരും അതോടൊപ്പം അവിടെ നിന്നും അവൈലബിൾ ആയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. 5 പേർ അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും 2 പേർ ഈ ഇക്വഡോറിൻ്റെ ഇൻ്റലിജൻസ് മേധാവിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. അപകട കാരണം എഞ്ചിൻ തകരാറാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവർ ഈ പ്രദേശത്ത് ഔദ്യോഗികമായ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രം സന്ദർശിക്കാൻ എത്തുമ്പോഴാണ് അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. സേവ്. ഓക്കെ, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.